പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയാറുണ്ട്. ഏത് മേഖലയിലുള്ള ആൾക്കാരും, അത് രാഷ്ട്രീയമാകട്ടെ, കുടുംബമാകട്ടെ, പാർട്ടിയാകട്ടെ, ആത്മീയമാകട്ടെ, ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു പുകഴ്ത്തൽ അല്ലെങ്കിൽ അതിനെ ഒരു വാഴ്ത്തിപ്പാടൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഉള്ളത് കൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഞാനാണ് നട്ടെല്ല്, ഞാനാണ് പ്രധാനി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉന്നത ഭാവം ദൈവത്തിന് മുന്നോടിയായി നിൽക്കുന്ന യോഹന്നാൻ പറയുക, ഞാനോ കുറയണം, കർത്താവ് എന്നിൽ വളരണം. ഇവിടെ ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര എളിമ, എത്ര വിനയം. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും പറയുക ഞങ്ങളെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ഞങ്ങളെല്ലാം ചെയ്തു എന്നല്ല പറയുന്നത്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്രയോജനമില്ല. എന്ത് വിനയമാ, എന്ത് താഴ്മയാ, എന്ത് സൗമ്യതയാ. യോഹന്നാൻ പറയുക, ഞാനോ കുറയണം. എൻ്റെ പേര്, എൻ്റെ സ്ഥാനം, എൻ്റെ മഹിമ, എൻ്റെ പദവി ഒന്നും എനിക്ക് എടുത്തു പറയാനില്ല. എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തണം, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം എടുക്കണം, ആ കർത്താവിൻ്റെ നാമം ലോകം മുഴുവനും അറിയണം. എൻ്റെ പ്രശംസ അവിടെയാണ്. കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാനില്ല. എന്നിൽ അവൻ വളരണം, ഞാൻ കുറയണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4 വായിക്കുന്നു, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിത് നമുക്കൊരു പേരുണ്ടാക്കണം, ഭൂമിയിൽ എല്ലായിടവും അറിയണം, പ്രശസ്തി നേടണം, ഒന്നിച്ച് പാർക്കണം. അഹങ്കരിച്ചപ്പോൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. പേരും പ്രശസ്തിയും ഉണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോഴും അഹങ്കാരം വർദ്ധിക്കുമ്പോഴും ദൈവമെല്ലാം കാണുന്നു എന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. താഴ്മയും വിനയവും സൗമ്യതയും ഉള്ളവരുമായിരിക്കണം. സഭാപ്രസംഗി 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുക, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജന്മ ദിവസത്തെക്കാളും ഉത്തമം. മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ഒരു പേരുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാക്കുന്ന ഒരു പേരുണ്ട്. നല്ലൊരു പേര് സുഗന്ധ തൈലത്തേക്കാൾ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികതയെ തിരിച്ചറിയുന്ന ഒരു വിലാപ ഭവനം, അവിടെയാണ് നാം ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നതും. ആറടി മണ്ണെന്നുള്ള തിരിച്ചറിവ്, അവിടെയാണ് അഹങ്കാരങ്ങളും പദവികളും പ്രശംസകളും ഒന്നും അല്ലെന്നുള്ള തിരിച്ചറിവ്. ഓടി നടന്ന കാലുകളും കൈകളും കൂട്ടിക്കെട്ടും, സംസാരിച്ച വായ മൂടിക്കെട്ടും. ദാവീദ് യോനാഥാനോട് പറയുന്നുണ്ട്, എനിക്ക് മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രം. നമ്മുടെ ജീവിതത്തിനായി നമ്മുടെ ജീവിതം നന്നായി കൊണ്ടുപോകണമെങ്കിൽ, അതിനൊരർത്ഥം വരണമെങ്കിൽ താഴ്മയും വിനയവും വേണം, സൗമ്യത വേണം. അതിന് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ സൗമ്യതയുള്ളവരാക്കി തീർക്കണമേ. രാജസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ. അതിന് കാരണമുണ്ട്, ശൗൽ നിമിത്തം അവിടെ ആ രാജ്യത്തെ പരാജയം സംഭവിച്ചപ്പോഴാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. പേരും പ്രശസ്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവികമാകുന്ന ജ്ഞാനം കുറഞ്ഞു പോകുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹതിയാം ബാബിലോൺ. രാജാവ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, രാജത്വം നഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയ ധനം അഹങ്കാരത്തിൽ ചിന്തിക്കുക, ഞാൻ ആരാണ്, ഞാൻ ഇത്രയും ശ്രേഷ്ഠനായിരിക്കുന്ന ആൾ, ചിന്തിക്കുന്നതിന് മുമ്പേ പോയി നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്മയില്ലായ്മയും വിനയില്ലായ്മയും ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള തോന്നലും നമ്മെ എവിടം വരെ കൊണ്ടെത്തിക്കും. അഹങ്കരിച്ചപ്പോഴേ വീണുപോയി. ഞങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദാസന്മാർ ഒരുങ്ങിയിരിക്കുന്നവരാണ് ദാസന്മാർ. മോശ പറഞ്ഞു തുടങ്ങി വിക്കനാ, എന്നാൽ ദൈവം മോശയെ ശക്തീകരിച്ചു. ദൈവ നിയോഗത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ച് ചെയ്തു. ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്നവരാണ് ദൈവത്തിൻ്റെ ദാസന്മാർ. യജമാനൻ എപ്പോൾ വരുമെന്നറിയായാൽ ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കണം. ശാഠ്യത്താലോ ദുരുമാനത്താലോ ഒന്നും ചെയ്യരുത്. ജീവിതത്തിൽ താഴ്മയോടെയും വിനയത്തോടെയും സൗമ്യതയോടെയും കൂടെ ജീവിതം കൊണ്ടുപോകണം. ജീവിതം അനിശ്ചിതത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതാ. നാം ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളും മരണവും തമ്മിൽ അല്പം ദൂരം മാത്രമേ ഉള്ളൂ, 4 വിരൽ നീളം. എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല,
ജീവിക്കുന്നത് സംതൃപ്തിയോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹം ആ ക്രൂശിലെ സ്നേഹമാണ്. ജീവിതത്തിൽ എന്തും നഷ്ടപ്പെടാം, വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ഒന്നും നമ്മുടേതല്ലെന്നുള്ള തിരിച്ചറിയുന്ന ഒരു കാലം, ഒരു ദിവസം നമ്മുടെയൊക്കെ മുൻപിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ വറ്റാത്ത ആ സ്നേഹം, പാറമേൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ, ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ, ക്രിസ്തീയ പാറയിൽ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതാക്കണം. സ്നേഹം കുറയാത്ത സക്കറിയാവിൻ്റെ വീട്, രണ്ടുപേരും വൈസി എന്നവരും കർത്താവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കുന്നവരുമായിരുന്നു. മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം ജീവിച്ചിരിക്കുമ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? കാനാവിലെ കല്യാണ വീട്ടിലെ അവസാനത്തെ പന്തി, ശമൂവേൽ പ്രവാചകൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹന്നയെ നോക്കി എൽക്കാന ആശ്വസിപ്പിക്കാറുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ? നമ്മൾ ചെയ്യുന്ന പലതും നമ്മുടെ സന്തോഷം മാത്രമാണോ? അതോ നമ്മുടെ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം അതിൽ എത്രമാത്രം സംതൃപ്തിപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് വിലയിരുത്തി നോക്കാറുണ്ടോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് കർത്താവിൻ്റെ തിരിച്ചറിവ്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾക്ക് പലപ്പോഴും അറിയുന്നില്ല. സൗമ്യതയും വിനയും താഴ്മയും ഇവ ധരിക്കണം, നീതിയായി നടക്കണം, സത്യം സംസാരിക്കണം, ആരെയും അപമാനിക്കരുത്. നമ്മുടെ നാവ് പോലും ജീവിത ചക്രത്തെ തിരിക്കുന്നതാകണം. നാവിലൂടെ ദൈവനാമം മഹത്വമെടുക്കണം, നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക്കണം. നമ്മുടെ പേരും നമ്മുടെ സ്ഥാനവും നമ്മുടെ ഒന്നുമല്ല എന്ന് സമ്മതിച്ച് ദാസിൽ നിന്നും യജമാനൻ എന്ത് പ്രതീക്ഷിക്കുന്നോ ആ ഒരുക്കമാണ് കർത്താവ് നമ്മളോടും ആഗ്രഹിക്കുന്നത്. ആ യജമാനൻ്റെ ഇഷ്ടം ചെയ്യണം. ആ യജമാനൻ്റെ ഇഷ്ടം ചെയ്ത് നല്ല ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് അടുത്തു. ആ കർത്താവിൻ്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം, ഉണർന്നും പ്രാർത്ഥിച്ചു വിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.